ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ലക്ഷ്മി. ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ നൽകാമെന്ന് തീരുമാനിച്ചത്. ഞാൻ നിത്യവും എൻ്റെ പൂജകളെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളിലേക്ക് എനിക്കത് പ്രോപ്പറായി എത്തിക്കാൻ കഴിയുന്നില്ല. സമയക്കുറവിന് ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് വൈകുന്നേരം നടത്തിയ വ്യാഴാഴ്ച ഈവനിങ്ങിൽ നടത്തിയ വിഷ്ണു പൂജയാണിത്. ഭഗവാന് മാലയിട്ടു, നേദ്യം പായസം സമർപ്പിച്ചു, 5 തിരിയിട്ട വിളക്ക് വെച്ചു. പിന്നെ നോർമലി ഞാൻ വെക്കുന്ന പോലത്തെ വിളക്കുകൾ, മുരുകസ്വാമിക്ക് വിളക്ക്, ലക്ഷ്മി കുബേരന് മുന്നിലൊരു വിളക്ക്, ലക്ഷ്മി ദേവിക്ക് മുന്നിലൊരു വിളക്ക്, പിന്നെ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു രൂപമുണ്ട്, അതിനും വിളക്ക് വെക്കും. അത് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ മിക്ക ദിവസങ്ങളും ഞാൻ നേദ്യം വെച്ചിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകതകളൊന്നുമില്ല. എന്നാലും ഇന്ന് കൂടുതലും മന്ത്രങ്ങളൊക്കെ വിഷ്ണു സഹസ്രനാമവും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ചൊല്ലും. എല്ലാം നമുക്കെന്നും സാധിച്ചൊന്നും വരില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം എൻ്റെ ഒരു അപേക്ഷയാണ്, എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് നിങ്ങൾ രാവിലെയോ വൈകിട്ടോ ഒരു നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാവും. ഗുരുവായൂരപ്പൻ കൂടെയുള്ളവന് ഒന്നിനെക്കുറിച്ച് ഓർത്തും ഭയപ്പെടേണ്ട. ജീവിതത്തിൽ നമുക്ക് പല ഉയർച്ച താഴ്ചകളൊക്കെ വരും. പക്ഷേ ആ താഴ്ചയിലേക്ക് നമ്മളെ വീണു പോകാൻ ഒരിക്കലും നമ്മുടെ കണ്ണൻ അനുവദിക്കില്ല. ആ ഒരൊറ്റ വിശ്വാസത്തിൽ ധൈര്യമായി നിങ്ങൾ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. നിങ്ങളെല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് ഒരു പായസമോ നമ്മളെക്കൊണ്ട് പറ്റുന്നത് മതി കേട്ടോ. നമുക്ക് എന്താണോ ആവുന്നത് അത് സമർപ്പിച്ച് നിങ്ങൾ നാമം ജപിക്കുക. നാമജപം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. ഞാൻ സാധാരണ ഒരു 5-6 വിളക്കെങ്കിലും തെളിയിക്കേണ്ടതായിട്ട് എനിക്ക് വരലുണ്ട് എന്നും. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകത ഈ ദിവസത്തിൽ പ്രത്യേക പൂജയായിട്ടില്ല. എന്നാലും വൈകുന്നേരം ഒരു പ്രത്യേക പായസമൊക്കെ വെച്ച്, അരിപ്പായസമൊക്കെ വെച്ച് നമ്മുടെ കണ്ണനോട് കുറച്ചുകൂടി അടുത്ത് നിന്ന് സംസാരിച്ച്, പ്രാർത്ഥനയേക്കാൾ കൂടുതൽ നാമം ജപിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ, അല്ലെ അറിവില്ലേ, നിങ്ങൾ സംസാരിച്ചോളൂ. ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും, നമ്മളെ മറ്റാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യവും, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അക്കാര്യവും, സന്തോഷം ഉണ്ടെങ്കിൽ അതും, പ്രണയമുണ്ടെങ്കിൽ അതും, എന്തും തുറന്നു പറയാം. ഭഗവാന് നമ്മൾ നാമം ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം നമ്മൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഭഗവാനോട് ഒന്ന് സംസാരിച്ചു തുടങ്ങൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് ആദ്യമൊന്നും ഈ മാറ്റം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല. കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ, ഒരുപാട് വർഷമൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പം നിങ്ങൾ അത്ഭുതത്തോടെ കാണും, ഞാൻ എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്തു, ഇതൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്തു, ഇതിനെനിക്ക് എങ്ങനെ പറ്റി, ഇത്രയും സാമ്പത്തികം എനിക്ക് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് എങ്ങനെ നശിക്കാതിരുന്നു, എങ്ങനെ എൻ്റെ ആ ബാധ്യത തീർന്നു, എൻ്റെ മക്കൾ എങ്ങനെ നല്ലതായി. ഇങ്ങനെ അത്ഭുതത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ചോദ്യം. വലിയ വലിയ രോഗങ്ങളുണ്ടെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തി വന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെപ്പോലും അറിയാതെ നമ്മളോട് ചോദിക്കും. നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കുക. എല്ലാ ദിവസവും ഭഗവാന് നേദ്യം വെക്കണം. പിന്നെ പറ്റാത്തവർ വ്യാഴാഴ്ച നിങ്ങൾക്കുള്ള ഒരു നുള്ളു പഞ്ചസാര ഉണ്ടെങ്കിൽ അത് മതി. അതിൻ്റെ മുകളിലൊരു തുളസിക്കതിരൂടെ ഇട്ടാൽ മതി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷങ്ങളും ആയിരങ്ങളും ഗുരുവായൂർ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടിടുന്നവനെയല്ല കണ്ണൻ കാണുന്നത്. നമ്മളെപ്പോലെ സാധാരണക്കാർ, ഒന്നുമില്ലാത്തവർ, കണ്ണനെ സ്നേഹിക്കാൻ മാത്രം മനസ്സുള്ള, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉയർച്ച, നമ്മുടെ തലമുറയ്ക്ക് വരുന്ന ഐശ്വര്യം, നമുക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ അത്ഭുതപൂർവമായിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ചാനൽ ഒരിക്കൽ പോലും ഒരു പുരോഗതിയോ അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഉള്ളതല്ല. ഞാൻ അനുഭവിച്ചിട്ടുള്ള നന്മകൾ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ കണ്ണന് വൈകുന്നേരം ചെയ്ത പൂജയുടെ വീഡിയോ ആണിത്. ഇനി മുതൽ ഞാൻ അതാത് ദിവസം ചെയ്യുന്ന പൂജകളുടെ വീഡിയോസ് ഇട്ടിട്ട് അതിനൊരു വോയിസ് ഓവർ നൽകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ ലക്ഷ്മി പൂജയാണ് ഞാൻ ചെയ്യുന്നത്. ലക്ഷ്മി ദേവിക്ക് തുളസി ഇല കൊണ്ടാണ് നാളെ പൂജ ചെയ്യുന്നത്. ഒക്കെ എന്താ നേദ്യം വെക്കാൻ പറ്റുന്നത് അതും വെച്ചിട്ട് രാവിലെയോ വൈകിട്ടോ, അപ്പോൾ രാവിലെയാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വൈകിട്ടാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ
നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ പണയത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗത്തിലെടുക്കാൻ ഇത് സഹായകമാവും. സഹസ്രലക്ഷ്മി പൂജയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ടതാണ്. ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ആഴ്ച ചെയ്യാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ചയും ചെയ്യുന്നുണ്ട്. കൂടാതെ നാളത്തെ ദിവസം നിങ്ങൾ രാവിലെ തുളസി ചെടിയുടെ ചുവട്ടിൽ, അതായത് തുളസി ദേവിക്ക് ഒരു നെയ്ദീപം തെളിയിക്കുന്ന വളരെ ഉത്തമമാണ്. ഒന്ന് വലം വെച്ച് ഒരു നെയ്ദീപം തെളിയിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആർക്കും ഒരു നഷ്ടവും ഇല്ലാത്ത കാര്യമാണല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നാളെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ വെച്ച് പൂജിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് ഒരു തുളസി തറയോ തുളസി ചെടിയോ ഉണ്ടെങ്കിൽ അതിനെ പൂജിക്കാം. എങ്ങനെയാണ് പൂജിക്കേണ്ടത്? 4 മൺചിരാത് കിഴക്കോട്ട് ദർശനമായി കത്തിച്ചു വെച്ച് പൂജിക്കണം. 4 മൺചിരാത് കിഴക്കോട്ട് ദർശനമായിട്ട് കത്തിച്ചു വെച്ച് ഒരു നേദ്യവും വെച്ചിട്ട് ദേവിക്ക് പൂവ്, എന്തിൻ്റെ, തുളസിയാണ് നാളെ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ലക്ഷ്മി പൂജയ്ക്ക് മുല്ലപ്പൂവാണ് ഉപയോഗിക്കുന്നത്, മുല്ലമാലകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നാളത്തെ നമ്മുടെ കാര്യസാധ്യത്തിനായി നമ്മളതാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകും.